സുരേഷ് ഗോപിയുടെ പാർലമെന്റ് സ്പീച്ചിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത്. ഇതിന്റെ പാർട്ട് 1 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. They did not have drinking water. They raised the issue. I did not have the money to spend from my funds. I had to spend it from my pocket, a money which is meager. But I had to push in pump the water onto a tank, and I went back in the wee hours of the night inaugurating the drinking water project. And again, yesterday, his channel has reported that the Kerala government has rehabilitated Adivasis 12 years back. They are still living in minor hutments which will contain the first to the last drop of rainwater. They did not have drinking water. They raised the issue. They did not have drinking water. They raised the issue. They did not have drinking water. They did not have drinking water. Drinking water, കുടിവെള്ളം. അവർക്ക് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. They raised the issue. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യം. റേസ് ചെയ്തു, റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയർത്തുക അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടുവരിക. അപ്പോ അവർക്ക് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, ആ പ്രശ്നം അവർ ഉയർത്തിക്കൊണ്ടുവന്നു. I did not have the money to spend from my funds. I had to spend it from my pocket, a money which is meager. I did not have the money to spend from my funds. I had to spend it from my pocket, a money which is meager. I did not have the money to spend from my funds. I had to spend it from my pocket. I did not have the money to spend from my funds. I had to spend it from my pocket. അതായത് നേരത്തെ പറഞ്ഞ ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ഐ ഡിഡ് നോട്ട് ഹാവ് മണി ഫ്രം മൈ ഫണ്ട്സ്, MP-മാർക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള പണം ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ടു സ്പെൻഡ് ഇറ്റ് ഫ്രം മൈ പോക്കറ്റ്. എനിക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, ചെലവഴിക്കേണ്ടി വന്നു. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക. എ മണി വിച്ച് ഇസ് മീഗർ. A money which is meager. Meager എന്ന വാക്കിന്റെ അർത്ഥം വളരെ തുച്ഛമായ. അപ്പോ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ചെലവഴിച്ച പൈസ അത് വളരെ മീഗർ ആയിരുന്നു, തുച്ഛമായിരുന്നു. But I had to push in pump the water onto a tank, and I went back in the wee hours of the night inaugurating the drinking water project. But I had to push in pump the water onto a tank, and I went back in the wee hours of the night inaugurating the drinking water project. But I had to push in pump the water onto a tank. I went back in the wee hours of the night inaugurating the drinking water project. But I had to push in pump the water onto a tank. I went back in the wee hours of the night inaugurating the drinking water project. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് യൂസേജസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബട്ട് ഐ ഹാഡ് ടു പുഷ് ഇൻ പംപ്സ്. പുഷ് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വേർബാണ്, അതായത് ശൈലിയാണ്. അതിന്റെ ശരിയായ അർത്ഥം ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരാള് അതിന്റെ ഇടയ്ക്ക് കയറി കുത്തിക്കേറി വരിക, അങ്ങനെയാണ് ഹി പുഷ്ഡ് ഇൻ എന്ന് പറയുക. പക്ഷെ ഇവിടെ സുരേഷ് ഗോപി ഈ ഫ്രേസൽ വേർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്ക് അവിടേക്ക് പമ്പുകൾ തടസ്സങ്ങൾ വകവയ്ക്കാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നോക്കാതെ തന്നെ അവിടെ കൊണ്ട് ഇറക്കേണ്ടി വന്നു എന്ന അർത്ഥത്തിലാണ്. പമ്പ് ദ വാട്ടർ ഓൺ ടു എ ടാങ്ക്. ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു pump the water onto a tank, and I went back in the wee hours of the night. കൂടാതെ I went back, ഞാൻ തിരിച്ചു പോയി, in the wee hours of the night. പാതിരയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 മണി 3 മണി പുലർച്ചെ ആ സമയത്തെയാണ് നമ്മൾ wee hours of the night എന്ന് പറയുന്നത്. WEE, wee
എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. ഇൻഫാക്ട് വേറൊരു അർത്ഥം പറയുകയാണെങ്കിൽ മൂത്രമൊഴിക്കുക എന്നതിനെയും വി എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ ഐ വെന്റ് ബാക്ക് ഇൻ ദ wee hours of the night inaugurating the drinking water project. കുടിവെള്ള പ്രോജക്റ്റ് പദ്ധതി ഇനോഗ്രേറ്റ് ചെയ്യുവാനായി, ഉദ്ഘാടനം ചെയ്യുവാനായി ഞാൻ തിരിച്ച് wee hours of the nightൽ തിരിച്ചുപോയി. And again, yesterday, his channel has reported that the Kerala government has rehabilitated Adivasis 12 years back. And again, yesterday, his channel has reported that the Kerala government has rehabilitated Adivasis 12 years back. And again, yesterday, his channel has reported that the Kerala government has rehabilitated Adivasis 12 years back. And again, yesterday, his channel has reported that the Kerala government has rehabilitated Adivasis 12 years back. And again, yesterday, വീണ്ടും ഇന്നലെ ഹിസ് ചാനൽ ഹാസ് റിപ്പോർട്ടഡ്, അദ്ദേഹത്തിന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ദാറ്റ് ദി കേരള ഗവൺമെന്റ് ഹാസ് റീഹാബിലിറ്റേറ്റഡ് ആദിവാസീസ് 12 years back. കേരള ഗവൺമെന്റ് 12 കൊല്ലം മുമ്പ് തന്നെ ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ ചാനൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റീഹാബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ പുനരധിവസിപ്പിക്കുക. They are still living in minor hutments which will contain the first to the last drop of rainwater. They are still living in minor hutments which will contain the first to the last drop of rainwater. They are still living in minor hutments which will contain the first to the last drop of rainwater. They are still living in minor hutments which will contain the first to the last drop of rainwater. They are still living. അവർ ഇപ്പോഴും ജീവിക്കുന്നത് in minor hutments. Hutment എന്ന് പറഞ്ഞാൽ ചെറിയ കുടിൽ. അപ്പോൾ അവർ ഇപ്പോഴും ജീവിക്കുന്നത് ചെറിയ കുടിലുകളിലാണ്. Which will contain the first to the last drop of rainwater. ഈ കുടിലിനുള്ളിൽ ആദ്യത്തെ തുള്ളി തൊട്ട് അവസാനത്തെ തുള്ളി വരെയുള്ള മഴവെള്ളം അതിനകത്തുണ്ടായിരിക്കും. Did not have drinking water. They raised the issue. I did not have the money to spend from my funds. I had to spend it from my pocket, a money which is meager. But I had to push in pumps, pump the water onto a tank, and I went back in the wee hours of the night inaugurating the drinking water project. And again, yesterday, his channel has reported that the Kerala government has rehabilitated Adivasis 12 years back. They are still living in minor hutments which will contain the first to the last drop of rainwater. This is the pathetic, the poignant, the deplorable, lamentable, and sad state of affairs with the tribals in Kerala. This is the condition, sir. I have umpteen number of other reasons to prove that tribal life is not at all fragrant as is being projected. Even if I am retiring from politics, my friend should come forward with facts or data ruling out my contention. That is my request. I am very obedient, sir. You have rung the first bell. I am sitting down. Thank you very much, sir. This is the pathetic, the poignant, the deplorable, lamentable, and sad state of affairs with the tribals in Kerala. This is the pathetic, the poignant, the deplorable, lamentable, and sad state of affairs with the tribals in Kerala. This is the pathetic, the poignant, the deplorable, lamentable, and sad state of affairs with the tribals in Kerala. This is the pathetic, the poignant, the deplorable, lamentable, and sad state of affairs with the tribals in Kerala. ഇവിടെ അദ്ദേഹം 3-4 പ്രത്യേകതരം വിശേഷണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്.
അതിന്റെ മീനിങ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ ശ്രീ സുരേഷ് ഗോപി പറയുന്നത് ട്രൈബൽസിന്റെ ഗോത്രവർഗക്കാർ അല്ലെങ്കിൽ ആദിവാസികളുടെ സ്ഥിതി അല്ലെങ്കിൽ സാഹചര്യത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. ദിസ് ഈസ് ദ പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ശോചനീയമായ. പോയിനന്റ്, ഇതിന്റെ സ്പെല്ലിംഗ് നോക്കണം, POIGNANT. പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷനിൽ ജി വരുന്നില്ല. പോയിഗ്നന്റ് എന്ന് പറയരുത്, പോയിനന്റ്. പോയിനന്റ് എന്ന് പറഞ്ഞാൽ ദയനീയമായ, ദ ഡിപ്ലോറബിൾ പരിതാപകരമായ, ലമെന്റബിൾ ഖേദകരമായ, ആൻഡ് സാഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് സങ്കടകരമായ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് സ്ഥിതിവിശേഷം അല്ലെങ്കിൽ സാഹചര്യം. അതായത് കേരളത്തിലെ ട്രൈബൽസിന്റെ സ്ഥിതിവിശേഷം, സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഇസ് pathetic, poignant, deplorable, lamentable and sad എന്നാണ് പറയുന്നത്. This is the condition, sir. I have umpteen number of other reasons to prove that tribal life is not at all fragrant as is being projected. This is the condition, sir. I have umpteen number of other reasons to prove that tribal life is not at all fragrant as is being projected. This is the condition, sir. I have umpteen number of other reasons to prove that tribal life is not at all fragrant as is being projected. This is the condition, sir. I have umpteen number of other reasons to prove that tribal life is not at all fragrant as is being projected. This is the condition, sir. ഇതാണ് അവസ്ഥ, sir. I have umpteen number of other reasons. Umpteen എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ, other reasons മറ്റു കാരണങ്ങൾ. അപ്പോൾ എണ്ണമറ്റ മറ്റു കാരണങ്ങൾ I have എനിക്കുണ്ട്. To prove that tribal life is not at all fragrant. Fragrant വളരെ നല്ല മണമുള്ള, സുഗന്ധിയായ. Not at all fragrant എന്ന് വെച്ചാൽ ഒട്ടും സുഗന്ധമുള്ളതല്ല. ആദിവാസികളുടെ ജീവിതം അത്ര സുഗന്ധമുള്ളതല്ല അല്ലെങ്കിൽ സുഗന്ധിയായതല്ല. ആസ് is being projected, ഇവിടെ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് പോലെ. To prove that എന്ന് തെളിയിക്കാനായി. To prove that എന്റെ കയ്യിൽ I have umpteen number of other reasons, എണ്ണമറ്റ വേറെയും കാരണങ്ങൾ ഉണ്ട്. അപ്പോ മുഴുവൻ സെന്റൻസിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഇതാണ് അവസ്ഥ, സർ. ഇവിടെ അവതരിപ്പിക്കുന്നത് പോലെ ആദിവാസികളുടെ ജീവിതം അത്ര സുഗന്ധമുള്ളതല്ല എന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ umpteen number of other reasons ഉണ്ട്. umpteen എണ്ണമറ്റ other reasons മറ്റ് കാരണങ്ങൾ ഉണ്ട്. Even if I am retiring from politics, my friend should come forward with facts or data ruling out my contention. That is my request. Even if I am retiring from politics, my friend should come forward with facts or data ruling out my contention. That is my request. Even if I am retiring from politics, my friend should come forward with facts or data ruling out my contention. That is my request. Even if I am retiring from politics, my friend should come forward with facts or data ruling out my contention. That is my request. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയാണെങ്കിൽ പോലും, even if I am retiring from politics, my friend should come forward, എന്റെ സുഹൃത്ത് മുന്നോട്ട് വരണം, with facts or data. fact എന്ന് പറഞ്ഞാൽ വസ്തുത, data ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും എല്ലാം കൂടെ ചേരുന്ന എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഡേറ്റ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ സുഹൃത്ത് ഫാക്ട്സും ഡേറ്റയും വെച്ച് മുന്നോട്ട് വരണം, കം ഫോർവേഡ്. റൂളിംഗ് ഔട്ട് മൈ കൺടെൻഷൻ. കൺടെൻഷൻ എന്ന് പറഞ്ഞാൽ വാദം. റൂൾ ഔട്ട് അല്ലെങ്കിൽ റൂളിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക. അപ്പോ ടു റൂൾ ഔട്ട് മൈ കൺടെൻഷൻ,
എന്റെ വാദം തള്ളിക്കളയുവാനായി എന്റെ സുഹൃത്ത് ഡേറ്റയും ഫാക്റ്റുകളും എടുത്ത് മുന്നോട്ട് വരണം. ദാറ്റ് ഈസ് മൈ റിക്വസ്റ്റ്. അതാണ് എന്റെ അഭ്യർത്ഥന. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ. I'm very obedient, sir. You have rung the first bell. I'm sitting down. Thank you very much, sir. I'm very obedient, sir. You have rung the first bell. I'm sitting down. Thank you very much, sir. I am very obedient, sir. You have rung the first bell. I am sitting down. Thank you very much, sir. I am very obedient, sir. You have rung the first bell. I am sitting down. Thank you very much, sir. ഞാൻ വളരെ അനുസരണയുള്ള ആളാണ്. I am very obedient, sir. You have rung the first bell. നിങ്ങൾ ആദ്യത്തെ ബെല്ല്, ഇതിപ്പോ പാർലമെന്റിനകത്താണ്, അപ്പൊ സമയം കഴിയുമ്പോൾ അവർ ബെല്ലടിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ബെല്ലടിക്കുക എന്നതിനെയാണ് നമ്മൾ റിംഗ് ദ ബെൽ എന്ന് പറയാം. ഇവിടെ ബെൽ ഓൾറെഡി അടിച്ചു, അപ്പോ യു ഹാവ് റങ് ദ ബെൽ. റങ് എന്ന് പറഞ്ഞത് റിംഗ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അതായത് V3 ഫോം ആണ്. അപ്പൊ നിങ്ങൾ ബെല്ല് അടിച്ചു, ആദ്യത്തെ ബെല്ല് അടിച്ചു. യു ഹാവ് റങ് ദ ഫസ്റ്റ് ബെൽ. ഐ എം സിറ്റിംഗ് ഡൗൺ. ഞാനിപ്പോൾ ഇരിക്കുകയാണ്, ഞാനിപ്പോൾ ഇരിക്കുന്നു. Thank you very much, sir. This is the pathetic, the poignant, the deplorable, lamentable, and sad state of affairs with the tribals in Kerala. This is the condition, sir. I have umpteen number of other reasons to prove that tribal life is not at all fragrant as is being projected. Even if I am retiring from politics, my friend should come forward with facts or data ruling out my contention. That is my request. I am very obedient, sir. You have rung the first bell. I am sitting down. Thank you very much, sir.